CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ചൊവ്വല്ലൂർപടിയിൽ സ്കൂട്ടറിലെത്തിയ അജ്ഞാതൻ ഹോട്ടലിന് നേരെ ഗുണ്ടെറിഞ്ഞു. ചൊവ്വല്ലൂർപടി സെന്ററിലെ ആദിലക്ഷ്മി ഹോട്ടലിന് നേരെയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ ഗുണ്ടെറിഞ്ഞത്. ഏകാദശി വ്രതശുദ്ധിയുടെ ദർശനപുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000 ദശമി ദിവസമായ ഇന്നലെ തുടങ്ങിയ ഭക്തജന പ്രവാഹം ദ്വാദശി ദിവസമായ നാളെ രാവിലെ വരെ തുടരും. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീപിടിച്ചു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് സംഭവം. എക്സ്റേ റൂമിലുള്ള സ്റ്റെബിലൈസറിൽ നിന്ന് തീ പടരുകയായിരുന്നു. കുന്നംകുളം തൃശൂർ റോഡിൽ ആംബുലൻസും കാറുകളും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:45 കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിക്ക് മുൻപിലാണ് അപകടമുണ്ടായത്. എറണാകുളത്ത് നിന്ന് എടപ്പാളിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന് കുറുകെ ചാടിയ നായയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോ എതിരെ വന്നിരുന്ന കാറിലിടിച്ച് അപകടം. ഓട്ടോ ഡ്രൈവർ മുല്ലശ്ശേരി സ്വദേശി വാസിന് പരിക്കേറ്റു. ഗുരുവായൂർ നഗരസഭ 44-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി AV ഷറഫുദ്ദീൻ പ്രകടന പത്രിക പുറത്തിറക്കി. വാഴപ്പള്ളി പേരകം പൗരസമിതിയുടെ സ്ഥാനാർത്ഥിയാണ് ഷറഫുദ്ദീൻ. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന്റെ കൊടിയേറ്റം നടന്നു. രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. ഡിസംബർ 7-ാം തീയതിയാണ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഏരിയ കൂട്ടുങ്ങൽ യൂണിറ്റ് വാർഷിക കൺവെൻഷൻ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. അടുപ്പുട്ടി സെന്റ് ജോർജ് യുവജന പ്രസ്ഥാനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സന്ധ്യ 2025 സംഘടിപ്പിച്ചു. ക്രിസ്മസിനോടനുബന്ധിച്ച് മരത്തമ്മോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ 15 അടി വലിപ്പമുള്ള സ്റ്റാർ പള്ളിയങ്കണത്തിൽ ഉയർത്തി. ആത്മീയ സംഘടനയായ മദ്ബഹ ശുശ്രൂഷക സംഘമാണ് നക്ഷത്രമൊരുക്കിയത്. സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ കമ്മിറ്റി ചാവക്കാട് പ്രതിഷേധ പ്രകടനം നടത്തി. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന ആലാപാലം ആധുനിക വാതക ശ്മശാനം സ്മൃതിപഥം പ്രവർത്തനം ആരംഭിച്ചു. വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വിളക്കും അന്നദാനവും നടത്തി. താമരയൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയവിളക്കും അന്നദാനവും നടത്തി. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആദരണീയം ചടങ്ങ് സംഘടിപ്പിച്ചു. ഏകാദശിക്ക് ഗുരുവായൂരിലെത്തിയ ഭക്തർക്കായി ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് സംഭാര വിതരണം നടത്തി. ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രത്തിൽ ഗുരുപാദപുരി അയ്യപ്പസ്വാമി സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ തത്തമസി ഗൾഫ് കമ്മിറ്റി ദേശീയവിളക്കുത്സവവും അന്നദാനവും നടത്തി. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ദേശീയവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മാത്സ് ഫെയർ 2025 സംഘടിപ്പിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗണിതശാസ്ത്ര അധ്യാപകൻ MT കുഞ്ഞുമോൻ മാത്സ് ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് ബോധിധർമ്മ ബുഡോ കിഡ്സ് ഇന്റർ സ്കൂൾ കരാത്തെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.